വടകര ഗുരുസ്വാമി കെ കുഞ്ഞിരാമക്കുറുപ്പിന്റെ 6ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. രാവിലെ വീട്ടുവളപ്പിലെ സ്മൃതി മണ്ഡപത്തിൽ ഭക്തരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് ശബരിമല ദർശനത്തിന്റെ മാഹാത്മ്യം പകർന്നു നൽകിയ വടകര ഗുരുസ്വാമി കെ കുഞ്ഞിരാമക്കുറുപ്പിന്റെ 6ാം ചരമവാർഷികം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ഭക്തർ ആചരിച്ചു. സുനിൽ വടകരയുടെ സോപാന സംഗീതത്തോടു കൂടി ആരംഭിച്ച സാംസ്കാരിക സദസ്സിൽ VK ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കാവിൽ PK കുമാര ഗുരുസ്വാമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. PP ജിനചന്ദ്രബാബു ആധ്യാത്മിക പ്രഭാഷണം നടത്തി. രാഘവ ഗുരുസ്വാമി, വത്സലൻ കുനിയിൽ, പ്രേമൻ റോയൽ, നാണുസ്വാമി കുരുക്കിലാട്, മാളികപ്പുറം ശാന്ത അച്യുതൻ, പവിത്രൻ ചോമ്പാല എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഇന്ന് കാണുന്നത് പോലെ ഫ്ലൈ ഓവറിന്റെ മേലെ കൂടി പോകണ്ട, നമുക്ക് ചുറ്റമ്പലം ചുറ്റി വരിക്കാടിന്റെ ഉള്ളിൽ കൂടി തന്നെ ദർശനത്തിന് പോകാനുള്ള അവസരം ഉണ്ടായിരുന്ന സമയത്ത് ആ ഗുരുസ്വാമിയുടെ കണ്ണിൽ അവിടെ നിറഞ്ഞു കത്തുന്ന വിളക്ക് കിട്ടുന്ന സമയത്ത് ഒരു വണ്ട്, നമ്മളിവിടെ വണ്ടെന്ന് പറയും, ആ വിളക്കിൽ വീണത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അത് വിരല് കൊണ്ട് എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. ആ വിരല് തലയിൽ ഇങ്ങനെ ചെയ്തു. പിറകിലുള്ള എല്ലാ സ്വാമിമാരും എല്ലാ വിളക്കിലും വിരല് കുത്തി തലയിലേക്ക് തുടച്ചു. അനാചാരമല്ലേ? ആചാരമല്ലല്ലോ. ഗുരുസ്വാമി ചെയ്തത് ഏറ്റവും പുണ്യമായൊരു കർമ്മം. പക്ഷെ സ്വാമിമാരെ തെറ്റിദ്ധരിച്ചു. ഇത് അതിന്റെ പിന്നിലുള്ള സ്വാമിമാരൊക്കെ കാണുകയും അവർക്ക് ആർക്കും ഇത് തിരിഞ്ഞില്ല. എന്താണ് ഇത് സംഭവം നടക്കുന്നത്? എല്ലാവരും വിളക്കിൽ വിരല് കുത്തുന്നു, എല്ലാവരും പുറത്തേക്ക് ധരിപ്പിക്കുന്നു, തലയിലെടുക്കുന്നു. അപ്പൊ അതൊരു ആചാരം പോലെയായി വന്നില്ലേ? ഇത് നിങ്ങൾ പുതിയ സ്വാമിമാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഗുരുസ്വാമിമാർക്ക് തെറ്റ് പറ്റുമ്പോൾ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം. അതാണ് വടകര ഗുരുസ്വാമി നമ്മളെയൊക്കെ പഠിപ്പിച്ചത്. ഇന്നലെ എനിക്കൊരു ആദരവുണ്ടായിരുന്നു ഓർക്കാട്ടിൽ വെച്ച്. ഞാനവിടെ പറഞ്ഞു, നിങ്ങൾ എന്നെ ആദരിച്ചത് വളരെ ശരി, എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾ ആദരിച്ചത് വടകര ഗുരുസ്വാമിയാണ്, കുമാരസ്വാമിയല്ല. കുമാരസ്വാമിയെ ഈ പാതയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പൊ നിങ്ങളുടെ ആദരവ് ഞാൻ അദ്ദേഹത്തിന്റെ പാതാരബിംബങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം എനിക്കുണ്ടായത് എനിക്ക് പകർന്നു തന്ന ആ ചൈതന്യ ശക്തി കൊണ്ടാണ്. ഇപ്പോഴും എപ്പോഴും ഞാൻ ഗുരുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളുടെ മുമ്പിൽ പറയേണ്ട ഒരു ആവശ്യമില്ല. എങ്കിലും ഞാനത് സൂചിപ്പിക്കുന്നത് പലരോടും ഗുരുവിനെ മറന്നു പോകുന്നൊരു പ്രവണത. മുന്നോട്ട് പോകാമെന്ന് മാത്രമായിരുന്നില്ല ചിന്തിച്ചിരുന്നത്. 25 അംഗങ്ങളുള്ള ഈ വീട്ടിൽ അദ്ദേഹം ഈ കോണിലിരുന്ന് ശബരിമലയിൽ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ഇരിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം കുടുംബത്തെ സംരക്ഷിക്കുകയായിരുന്നു. വേറെ ഒരാൾക്കും ഈ കുടുംബത്തിൽ വരുമാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 25 പേരും ഒരു ദിവസം പോലും ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല എന്നിവരെയൊക്കെ സാക്ഷി നിർത്തി എനിക്ക് പറയാൻ കഴിയും. ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല, ഞാനെന്നല്ല എൻ്റെ കുടുംബാംഗങ്ങൾ ആരും. എന്തുകൊണ്ടാണ് ഇത് സാധ്യമായത്? ഇത് സാധ്യമായത് അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രഭ കൊണ്ടാണ്. അദ്ദേഹത്തിന് മന്ത്രങ്ങളെ പറ്റിയോ വേദങ്ങളെ പറ്റിയോ ഒന്നും അറിവില്ല. പക്ഷെ അദ്ദേഹം എല്ലാത്തിനെയും സ്നേഹിച്ചിരുന്നു. ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹം രാമായണം ബൈൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളെ രാമായണം വായിച്ച് കേൾപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരുപിടി പുഷ്പങ്ങളും ശരണമന്ത്രങ്ങളുടെ അകമ്പടിയും ഒരു ദീപാരാധനയും ഒരു പുഷ്പാർച്ചനയും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂജ. ഈ കാലഘട്ടത്തിലുള്ള അയ്യപ്പ ഭക്തന്മാർ മുഴുവനും സ്വീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഗുരുവിനെ കണ്ടെത്തുകയാണ്. അതാരാണെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഗുരുസ്വാമി എന്നത് ശബരിമല ദർശനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹനീയമാണ് എന്ന് ഭക്തർക്ക് അറിയാം. ഗുരുസ്വാമി, ഗുരുദക്ഷിണ, ഗുരുവിൻ്റെ അനുഗ്രഹം, ഇത് മൂന്നും ചേർന്നാലാണ് നമ്മുടെ ശബരിമല ദർശനം സായുജ്യം.